സർ, ബംഗാളിൽ വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. മമത വിളിച്ച യോഗത്തിൽ പകുതി എം എൽ എമാരും എത്തിയിട്ടില്ല. പകുതിയല്ല, മുക്കാൽ ഭാഗം എം എൽ എമാരും എത്തിയില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ മമത എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, ആ രാഷ്ട്രീയ നേതാവിന്റെ അസ്തമനം ആരംഭിച്ചു എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി TMCക്ക് സംഭവിക്കാൻ പോകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റം എന്തായിരിക്കും? ഇവര് മറുകണ്ഠം ചാടുമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ബംഗാളിൻ്റെ ഒരു ചരിത്രം തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു രീതികളാണ്. ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടി തോറ്റു എന്നൊക്കെ പറയുമ്പോൾ പോലും 40% വോട്ടുകളൊക്കെ അവർക്കുണ്ടെങ്കിൽ അവർ നിലനിൽക്കും എന്നുള്ളത് നമുക്ക് അസന്നിഗ്ധമായി പറയാം. പക്ഷെ ബംഗാളിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ബംഗാളിൽ 2011 വലിയ തോൽവി ഇടതുപക്ഷം ഏറ്റുവാങ്ങുമ്പോഴും ഇടതുപക്ഷത്തിന് കുഴപ്പമില്ലാത്ത വോട്ട് പെർസെൻറ്റേജ് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 40%, 36% വോട്ടുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ കറക്റ്റ് അവസ്ഥയിലാണ്. അന്ന് 8% വോട്ട്, അതായത് അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 8% വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് LDFന്. യഥാർത്ഥത്തിൽ അന്ന് അവിടുത്തെ ഇടതുപക്ഷത്തിന് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് അതേപോലെ തന്നെ ഇത്തവണയും മമതാ ബാനർജിക്ക് കഴിഞ്ഞോടെ നേടിയതിനേക്കാൾ 8% വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അവർക്ക് 40% വോട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം CPM ഇങ്ങനൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അത് തകർന്നു പോയത്. അത് ബംഗാളിൻ്റെ ഒരു ജനം തന്നെ അതിനെ കാണുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2 തവണയോ 3 തവണയോ ഒക്കെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തരും. പക്ഷെ ആ അവസരം തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഇല്ലാതാവും, പാർട്ടിയും ഇല്ലാതാവും. അത് കോൺഗ്രസിന്റെ കാലത്തിലും ഏതാണ്ട് 1947 കഴിഞ്ഞ് 20 കൊല്ലത്തോളം ഇതുപോലെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, 67 വരെ. അപ്പോൾ അതിനുശേഷം പിന്നെ കോൺഗ്രസിന് ഒരു പിന്നെ സഖ്യകക്ഷികളോടുകൂടിയൊക്കെയാണ് പിന്നെ ഭരണം തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് അടുത്ത 10 കൊല്ലം. അപ്പോൾ അതിനുശേഷം പിന്നെ CPM 77 മുതൽ ഇങ്ങോട്ട് ഭരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 2011 വരെ ഭരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് മമതാ ബാനർജിയാണ്. മമതാ ബാനർജിക്ക് 3 തവണത്തേക്ക് കിട്ടി. മമതാ ബാനർജി ഇത്തവണ വലിയ പ്രശ്നം നേരിടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തവണ അവരാകെ അവരുടെ ഒരു അധികാരം അല്ലെങ്കിൽ അവരുടെ ഒരു ഏകാധിപത്യ പ്രവണതകൾ അതൊക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം 80 സീറ്റുണ്ട്. ഇപ്പോൾ ഈ 80 സീറ്റിൽ വിളിച്ചിട്ടുള്ളതിൽ നിന്ന് കഴിഞ്ഞവണ യോഗം വിളിച്ചിട്ട് വെറും 20 പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. ആ 20 പേരിൽ ബാക്കി ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കൂടാതെ അവിടെ CPMൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു MP ഉണ്ട്, സുബ്രതോ ബാനർജി. ഈ സുബ്രതോ ബാനർജിയുടെ നേതൃത്വത്തിൽ 50 പേര് മീറ്റിംഗ് കൂടിയെന്നാണ് രഹസ്യമായിട്ട് അറിയാൻ കഴിയുന്നത്. എനിക്കറിയില്ല, മാധ്യമങ്ങളിൽ പോലും അത് വന്നിട്ടില്ല. 50 പേര് മീറ്റിംഗ് കൂടുകയും ആ 50 പേര് ഒരു പിളരാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ന്യൂസൊക്കെ എനിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ, ഞാൻ മലയാളത്തിൽ കണ്ടില്ല എവിടെയും. അപ്പം അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ 50 പേര് വിട്ടുപോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിനി പുതിയ രാഷ്ട്രീയ പാർട്ടിയാണോ അതോ BJPയിലേക്കായിരിക്കും പോവുക എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കണ്ടൊരു കാര്യമാണ്. ബംഗാളിൽ പല ആളുകളും ഈ മലയാളം ചാനലുകളിലൊക്കെ ഇരുന്ന് വിശദീകരിക്കുന്ന ഒരു കാര്യം, ബംഗാളിൽ തൃണമൂലിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോഴും 40% വോട്ടുണ്ടെന്ന് പറയുന്നത്. ആ 40% വോട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതുപോലെ തന്നെ കഴിഞ്ഞ CPMനും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള പാർട്ടികൾ പോലും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കൾച്ചർ പ്രകാരം എന്ന് പറഞ്ഞാൽ അവിടെ നന്നായി ഇടിയുള്ളൂ എന്നുള്ള. അതായത് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ നിങ്ങൾ ഗംഭീരമായി ഇടിയുള്ളൂ, പ്രത്യേകിച്ച് തോറ്റു കഴിഞ്ഞാൽ. ഇപ്പോൾ CPM അവിടെ അസ്തമിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം. CPMന്റെ പാർട്ടി ലോക്കൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധികാര കേന്ദ്രമായിരുന്നു. പിറ്റേ ദിവസം ഈ ഗുണ്ടകളും അതുപോലെ ഗ്യാങ്ങുകളും ഒക്കെയാണ് ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടാവുക. അവരെല്ലാവരും കൂടി തൃണമൂലിലേക്ക് മാറി. എന്നിട്ട് അവർ തന്നെ ഇന്ന് തൃണമൂലിനെ കൊടിവെക്കി പിറ്റേ ദിവസം മുതൽ തൃണമൂലിൻ്റെ ഓഫീസായി. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാജാവായിരുന്നു അഭിഷേക് ബാനർജി എന്ന് പറയുന്നത്. അതായത് മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി ഇടി കാണണം. യഥാർത്ഥത്തിൽ ഇഷ്ടികയൊക്കെ വെച്ച് മുഖത്തിട്ട് ഇടിക്കുകയാണ്. ലാസ്റ്റ് ചീമൊട്ടയറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വരെ ക്രിക്കറ്റ് കളിക്കാരൊക്കെ വെക്കണ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പുള്ളി ഒരു കണക്കിന് അവിടെ നിന്ന് ഓടിപ്പാഞ്ഞത്. അതിൻ്റെ പുറകിൽ BJPക്കാരും ഒക്കെ തന്നെയാണ്. കാരണം ഒരു വനിതയൊക്കെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മഹുവ മൊയ്ത്രൊക്കെ തന്നെ പുറത്തു വിട്ടേക്കുന്ന ദൃശ്യത്തിൽ ആ വനിത BJP നേതാക്കളോടൊപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ജനമാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ആര് തന്നെ ഭരിച്ചാലും കുറേ ഒരു ഗുണ്ടകളും അതുപോലെ തന്നെ ലോക്കൽ ഗുണ്ടകളും ഒക്കെ തന്നെ പലപ്പോഴും അവർ സിമ്പിളായിട്ട് ഷർട്ട് മാറുന്ന പോലെ പാർട്ടി മാറും. അപ്പം അങ്ങനെ പാർട്ടി ഏതാണ്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും മാറിയിരിക്കുകയാണ് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ പതനം പൂർത്തിയാകുന്നത് ഈ കഴിഞ്ഞ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ 3ാമത്തെ സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ MP-മാരുള്ള സ്റ്റേറ്റുകളിലൊന്നാണ്. അപ്പോൾ അതിൽ മഹാരാഷ്ട്ര കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉത്തർപ്രദേശ് മഹാരാഷ്ട്രയും കഴിഞ്ഞ്, അപ്പോൾ അതിൽ തന്നെ 28 MP-മാർ ഈ മമതാ ബാനർജിയുടെ കൂടെ ഉണ്ട്. അതിൽ 6 MP-മാർ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ.
ഇനി MP-മാരിൽ തന്നെ വേറൊരാൾ അഭിഷേക് ബാനർജി കൂടാതെ വേറൊരു MP കൂടി ഇതുപോലെ ആളുകൾ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടു. അപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ബംഗാളിന്റെ ചരിത്രം എപ്പോഴും എന്ന് പറയുന്നത് സാധാരണ ഏതെങ്കിലും സ്റ്റേറ്റുകളിലുള്ള പോലെയല്ല. ബംഗാളിന്റെ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും മറ്റേ നിങ്ങൾ തോറ്റാൽ പിന്നെ നിങ്ങളുടെ പാർട്ടിയും ഇല്ല ഭരണവും ഇല്ല എന്നുള്ളതിലേക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിട്ടുപോകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു പണിയാണ് ഉണ്ടായിട്ടുള്ളത്. സുബ്രത ബാനർജി എന്ന് പറയുന്ന ആൾ മാന്യനാണ്. അയാൾ CPM തോറ്റപ്പോഴത്തേക്കും CPM നിന്ന് വിട്ടുമാറി ഇപ്പുറത്ത് മറ്റേ ഇതിലേക്ക് BJP തൃണമൂലൊക്കെ ഇപ്പൊ തൃണമൂല് മാറിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് പോവുക. സിമ്പിൾ. വലിയ ഐഡിയോളജിയോ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ച് വലുതായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം അല്ല. അതുകൊണ്ട് അത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ ഒരു തിരിച്ചുവരവ് CPM ഉണ്ടാകുന്നുണ്ട്. തിരിച്ചുവരവ് CPM ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇപ്പൊ ഈ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു സീറ്റിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നില്ലായിരുന്നു പ്രജ. അതിനാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ ലേഖനങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മാൾട്ട എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പൊ ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള മണ്ഡലത്തിൽ രണ്ടാമത് വന്നേക്കുന്നത് CPM ആണ്. അതായത് ഒന്നാമത് വന്നേക്കുന്നത് BJP ആണ്, രണ്ടാമത് BJP ഏതാണ്ട് 1 ലക്ഷം വോട്ടിനായിട്ട് ജയിച്ചേക്കണം അവിടെ. പക്ഷേ എങ്കിലും രണ്ടാമത് വന്നേക്കുന്നത് ഇതാണ്. ഏതാണ്ട് നാലാമതായാണ് തൃണമൂൽ കോൺഗ്രസ് വന്നേക്കണേ. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു CPM-ന്റെ തിരിച്ചുവരവാണോ എന്ന് പറയുന്ന ഒരു തോന്നൽ അവിടെ ഉണ്ട്. പിന്നെ ഇതിനു മുമ്പും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ന്റെ ഒരു യങ് ആയിട്ടുള്ള നിരവധി നേതാക്കളുണ്ടായിരുന്നു. ആ നേതാക്കൾക്കെല്ലാം തന്നെ വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവൻ ഓട്ടായി മാറിയിട്ടില്ല. പക്ഷെ ജനപ്രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ ജനക്കൂട്ടം, ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിരുന്നു. അപ്പോൾ അതൊരു ചെറിയ സിംറ്റം അവിടെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അത് ഉണ്ടെന്ന് ഉറപ്പിച്ച് ഇപ്പോൾ നാഷണൽ മീഡിയകളിലും അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ള ന്യൂസ് പേപ്പറുകളിലും ഒക്കെ വരുന്നത് ലേഖനങ്ങളും നമ്മുടെ രാഷ്ട്രീയ വിശാരദന്മാരൊക്കെ ഇരുന്ന് വലിയ ഇപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഡെയിലിയിലും ഹിന്ദി ന്യൂസ് പേപ്പറുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ CPM തിരിച്ചു വരുന്നു ഈ റിസൾട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ആ റിസൾട്ട് വെച്ചിട്ടാണ്. കൂടാതെ ഒരു സീറ്റ് നിയമസഭയിലേക്ക് CPM-ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചു വരുമോ ഇല്ലെന്ന് അറിയാൻ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. കാരണം ഇതല്ലാതെ ഇപ്പൊ സുബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ വേറൊരു രാഷ്ട്രീയ കക്ഷി ഉദയം ചെയ്യുമോ, അതോ നമ്മൾ കുറച്ചും കൂടി നാളുകൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം തകർന്നടിഞ്ഞുകൊണ്ട് CPM-ലേക്ക് തന്നെ ആളുകൾ വീണ്ടും പോകുമെന്ന്. പിന്നെ CPM-ലേക്ക് ഇത് ആളുകൾ പോകുമെന്ന് പറയാൻ വേറൊരു സാധ്യത കൂടിയുണ്ട്. ഒരു വിദൂരമായ സാധ്യത കേട്ടോ, 100% ഉറപ്പല്ല. വിദൂരമായ സാധ്യത എന്ന് വെച്ചാൽ 30% വരുന്ന ഒരു സൈസബിൾ പോപ്പുലേഷനാണ് മുസ്ലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവര് യഥാർത്ഥത്തിൽ നേരത്തെ അവർ കോൺഗ്രസിനൊപ്പമായിരുന്നു. പിന്നെ കോൺഗ്രസ് വിട്ട് കഴിഞ്ഞപ്പോഴേക്കും തൃണമൂൽ കോൺഗ്രസിനൊപ്പമായി. BJP വന്നപ്പോഴത്തേക്കും അവർ തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിന്നു. കാരണം BJP തോൽപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിയുള്ളൂ, കോൺഗ്രസിനോ CPM-നോ ഒന്നും കഴിയില്ലെന്ന് തോന്നുന്നു. ഇടക്കാലത്ത് അവർ LDF-നാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം LDF-നാണ് അവിടെ വിജയസാധ്യത ഉള്ളത് എന്നുള്ളത് കൊണ്ടുകൊണ്ട് അവർ മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ LDF-ന് വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം വിട്ടുകൊണ്ട് ഇനി അവരെങ്ങോട്ട് പോകും എന്ന് പറയുന്ന വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു 30% വരുന്ന വോട്ടുകൾ സ്വാഭാവികമായിട്ടും എന്താണെങ്കിലും അവർക്ക് BJP വോട്ട് ചെയ്യാൻ കഴിയില്ല. ആ BJP വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ പിന്നെ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചാൽ പിന്നെ വേറെ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും വന്നില്ലെങ്കിൽ, വരാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ വേറെ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ എങ്ങോട്ട് പോകും? CPM ആണ് കുറച്ചും കൂടി ഉയർന്നു വരാൻ സാധ്യത എന്നുള്ളൊരു കാര്യം വേണമെങ്കിൽ നമുക്കൊരു വിദൂരമായിട്ടുള്ള സാധ്യതയായിട്ട് കാണാം. പക്ഷെ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ട്രക്ചറോ ഡീറ്റെയിൽസോ ഒക്കെ അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ വലിയ സംശയമാണ്. എനിക്ക് സത്യത്തിൽ ഇവിടെയുള്ള കാര്യങ്ങൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രജിത, ഞാനൊക്കെ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ കേരളത്തിലേക്ക് ബംഗാളിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ വന്നിരുന്നു. അന്നേരം അദ്ദേഹം ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ ഇന്ത്യയിലെ തന്നെ സംഘടനയുടെ ഹെഡായിരുന്നു. അദ്ദേഹം ബംഗാളിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോൾ ശരിക്കും അന്ന് CPM-ന്റെ ഒരു ലോക്കൽ പാർട്ടി നേതാവ് എന്നെ വിളിച്ച് സംസാരിക്കുകയും ഒരു ലാംഗ്വേജ് അറിയുന്ന ഒരാൾ വേണമെന്ന് പറയുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിനൊപ്പം പറഞ്ഞു വിട്ടത് എന്നെയാണ്. അപ്പം ഞാനൊരു 3-4 ദിവസങ്ങളിൽ ഒരാഴ്ച അവരോടൊപ്പമൊക്കെ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ ജൂതന്മാരുടെ പള്ളിയിലടക്കം അല്ലെങ്കിൽ ഇവിടുത്തെയുള്ള പല പരിസ്ഥിതി ഗവേഷകരുടെ അടക്കം വീടുകളിലൊക്കെ തന്നെ യാത്ര ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പം അന്ന് തന്നെ ഈ 4-5 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം പല കാര്യങ്ങളും നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് CPM ഒക്കെ അധികാരത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം അന്ന് പോലും അദ്ദേഹം പല കാര്യങ്ങളും അവിടുത്തെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തുറന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറേ നാളുകളായിട്ട് കോണ്ടാക്ട്സ് ഇല്ല. പക്ഷേ
ഏതാണ്ട് ഒരു CPM-ന്റെ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ വരെ ഞാനുമായിട്ട് പിന്നെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് അങ്ങനൊരു ഇത് കിട്ടിയത് കൊണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫും അതുപോലെ 2 കുട്ടികളൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് പോയത്. ആ സമയത്തൊക്കെ വലിയ പവറാണ്, കാരണം ബംഗാളിൽ അധികാരത്തിലിരിക്കുന്നു, സ്വഭാവമായിട്ട് ഇവിടെ വന്നിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു വലിയ അനുഭവങ്ങളിലൂടെ നമുക്ക് കുറച്ചുകൂടി അറിയാവുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇതാണ് ബംഗാളിലെ ഒരു ചരിത്രം. അല്ലാതെ ബംഗാളിൽ 40% വോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 40%-ത്തിനടുത്ത് വോട്ടുകൾ CPM-നുണ്ടായിരുന്നു അവിടെ തോക്കുമ്പോൾ. പക്ഷെ ആ തോറ്റ വോട്ടുകൾ പിന്നെ എന്ത് ചെയ്തു? നിങ്ങൾ തോറ്റാൽ നിങ്ങൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതായത് സാധാരണ ബംഗാളിൽ 5 കൊല്ലം കൂടുമ്പോൾ മാറി മാറി ഭരിക്കുക എന്നുള്ളതല്ല. ബംഗാളിൽ നിങ്ങൾക്ക് ഒരു 10 കൊല്ലം തരും, 15 കൊല്ലം തരും. ഇപ്പം കോൺഗ്രസിന് 20 കൊല്ലം കൊടുത്തു, അത് കഴിഞ്ഞ് CPM-ന് 34 കൊല്ലം കൊടുത്തു, അതിന് ശേഷം ഇപ്പം മമതാ ബാനർജിക്ക് 15 കൊല്ലം കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞാൽ ആ പാർട്ടി പിന്നെ എന്തില്ല, മനസ്സിലായി? നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് എല്ലാവരും നിങ്ങൾ അടിച്ച് പുറത്താക്കണത്, നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല അടിച്ച് പുറത്താക്കണത്, നിങ്ങളെ ബംഗാളിൽ നിന്ന് തന്നെ അവർ അടിച്ച് പുറത്താക്കാണ് തോപ്പിച്ചത്. ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് എത്രത്തോളം കഴിയുമെന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമാണ്. പിന്നെ മമതാ ബാനർജി എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടമാണ്, വലിയ ഫൈറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് മമതാ ബാനർജി. ഇപ്പം ഈ അഭിഷേക് ബാനർജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണോടാ, ബംഗാളിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന അഭിഷേക് ബാനർജിക്ക് ഇടി കൊണ്ടിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരെയാണ്, ചികിത്സിക്കാൻ തയ്യാറായില്ല. ലാസ്റ്റ് മമതാ ബാനർജി വന്ന് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് കുത്തിന് പിടിച്ചിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഞങ്ങൾ മാറും, ഈ മരണം മാറും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ചികിത്സ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് വലിയ ക്രൈസിസിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. അവരെ ഭയമില്ലാത്ത ലെവലിലേക്ക് കൂടുതൽ MP-മാർ മാറിയിരിക്കുന്നു, MLA-മാർ മാറിയിരിക്കുന്നു. BJP അതിനെ വളരെ കൃത്യമായി ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അത് പൂർത്തിയുള്ളൂ. ബംഗാളിൽ ഒരു ഇലക്ഷൻ നടത്തി വേറൊരു മുന്നണി അധികാരത്തിൽ വരികയല്ല ചെയ്യുന്നത്. പലപ്പോഴും അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പണ്ട് രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ സൈന്യം ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുത്താൽ പിന്നെ പഴയ രാജാവിനോട് എങ്ങനെ പെരുമാറും? അവന് തുറുങ്കിലടക്കുകയൊക്കെ ചെയ്യൂലേ. അങ്ങനെ ഇവിടെ തുറുങ്കിലടക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഇവർ ഇടിച്ച് എന്ത് ചെയ്യും? എതിരാളികളെ മുഴുവൻ നിലം പരിശാക്കും. ആ നിലം പരിശാക്കുന്ന പണിയാണ്. അപ്പം അതുകൊണ്ട് ഇനി മമത തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളെല്ലാം ഉടനെ തന്നെ BJP ഓഫീസുകളും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും ബൂത്ത് കമ്മിറ്റികളിലുള്ള ഗുണ്ടകളും എല്ലാവരും തന്നെ ഉടനെ തന്നെ ഇവരോടൊപ്പം ചേക്കേറി. ഈ ഗുണ്ടകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, കാരണം അവരെപ്പോഴും എന്തായിരിക്കും, സേഫ് ആയിരിക്കും. അവരെപ്പോഴും മാറി അവർ മാറും, കാരണം അവർക്ക് ഐഡിയോളജി ഒന്നുമില്ല, മാറി ഇപ്പുറത്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ അവരെയും കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ പാർട്ടികൾ വികസിക്കാനും പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുവേന്ദു അധികാരി ആ ഗുണ്ടകളെ ഏറ്റെടുക്കുകയും അവിടെ മനോഹരമായിട്ട് ആ ഭരണം നടത്തുകയും ചെയ്യും. ഇനി 10-15 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് BJP-ക്കും സംഭവിക്കാം. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയമാണ്, പക്ഷെ ചുരുക്കത്തിൽ ബംഗാളിനെ കുറിച്ച് പറയാനുള്ളത്.